നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മൾ SLC കെമിസ്ട്രീനകത്ത് വരുന്ന ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുള്ള മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോൾ കൺസെപ്റ്റ്, അതായത് നമുക്കൊരു ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസും, ഈ രണ്ട് ഗ്യാസും എന്ത് ചെയ്യുന്നുണ്ട്, STP കണ്ടീഷനിൽ കീപ്പ് ചെയ്ത് വെച്ചതാണ്. STP കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ് എന്തിരുന്നത് STP കണ്ടീഷൻ. അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് 273 ഡിഗ്രി കെൽവിൻ ടെമ്പറേച്ചറിലും 1 atm പ്രഷറിലും കീപ്പ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, STP കണ്ടീഷൻ എന്ന് പറയുക. അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിരിക്കും STP എന്ന് പറയുന്നത്. അതായത് 273 കെൽവിനാണ് ടെമ്പറേച്ചർ ഉണ്ടാവുക, 1 atm ആയിരിക്കും പ്രഷർ ഉണ്ടാവുക. അതാണ് STP കണ്ടീഷൻ. ഈ STP കണ്ടീഷനിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 112 ലിറ്ററാണ്. അതായത് 112 ലിറ്ററാണ് വരുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP? അതായത് ഒരു മോൾ ഗ്യാസിൻ്റെ STPയിലെ വോളിയം എത്രയാണ്? നമുക്ക് എന്താണ് ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഒരു മോൾ STPയിലെ വോളിയം എത്രയായിരിക്കും ഉണ്ടാവുക? 22.4 ലിറ്റർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ഡയറക്റ്റ് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. STP കണ്ടീഷനിലാണെങ്കിൽ ഒരു മോൾ ഗ്യാസിൻ്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും ഉണ്ടാവുക. 2 മോൾ ആണെങ്കിൽ എന്താ, 2 ഇൻറ്റു 22.4 ലിറ്റർ എന്ന് വരും. അതായത് 44.8 എന്ന് പറയുന്ന വാല്യൂ വരും. അപ്പോൾ നമുക്കിവിടെ ചോദിച്ച ക്വസ്റ്റൻ എന്താണ്? 1 മോളിൻ്റെ കേസാണ്. നമുക്ക് എന്ത് ഇവിടെ ആൻസർ കിട്ടുക? 22.4 ലിറ്റർ ആയിരിക്കും വരിക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് STP കണ്ടീഷനകത്ത് അല്ലെങ്കിൽ വോളിയം തന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ മാസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വോളിയം തന്ന ഒരു ക്വസ്റ്റ്യൻ്റെ മോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന വോളിയത്തിന് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മോളിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. തന്നിരിക്കുന്ന വോളിയത്തിന് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വോളിയമാണ് തന്നത്. അപ്പോൾ ഈ വോളിയം നമ്മൾ എന്ത് ചെയ്യണം, മോളായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ മോളിലാണ് നമ്മൾ എന്ത് ചെയ്തത്, മാസ്സായി കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ തന്നിട്ടുള്ളത് വോളിയമാണ്. നമുക്കിവിടെ തന്നിട്ടുള്ളത് വോളിയമാണ്. അപ്പോൾ വോളിയത്തെ നമുക്ക് എന്ത് ചെയ്യണം, ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വോളിയത്തെ നമ്മൾ എന്തെങ്കിലും മാറണം, മോളാക്കി മാറ്റണം. ആ മോളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാസ്സാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന വോളിയം 112 ലിറ്ററാണ്. ഈ ഗ്യാസിൻ്റെ മോളിക്കുലർ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 44 ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വോളിയം നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, ഇതിൻ്റെ മോളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ മോള് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, അതായത് മോള് കാൽക്കുലേറ്റ് ഇക്വേഷൻ എന്താണ്, വോളിയം ബൈ, ഇതാണ് നമ്മൾ ഇക്വേഷൻ. മോള് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വോളിയം ബൈ മോളർ വോളിയം ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇവിടെ തന്നിരിക്കുന്ന വോളിയം എത്രയാണ്, 112 ലിറ്ററാണ്. അതിനെന്ത് ചെയ്താൽ മതി, STPയിലെ ഒരു മോളിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 112 ഡിവൈഡ് ബൈ 22.4 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതിന് ആൻസർ കിട്ടും 5 മോളെന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓക്കെ, വോളിയത്തിൽ നമ്മൾ എന്ത് ചെയ്തു, മോളിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി മോളിൽ നമുക്ക് എന്ത് ചെയ്യണം, മാസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അതായത് മാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ്. കാരണം എന്താണ്, മാസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മോൾ ഇൻറ്റു മോളർ മാസ് ആയിരിക്കും. മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മോൾ ഇൻറ്റു മോളർ മാസ് ആയിരിക്കും. അതായത് മോളെന്ന് പറയുന്നത് ഈ ഒരു 5 മോളാണ് ഇവിടെ ഉള്ളത്. 5 മോളാണ് ഇവിടുത്തെ മോള്. ഇതിൻ്റെ മോളർ മാസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 44 ആണ്. അപ്പോൾ എന്താ, 5 × 44 ചെയ്താൽ മതി, ആൻസർ ചെയ്യും 220 ഗ്രാം എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത പാർട്ട് വരുന്നതാണ്, ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ SO2ൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത്. SO2ൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ള നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ പാർട്ടുള്ളത്. അതായത് SO2ൽ എത്ര മോൾ ഉണ്ട് എന്നല്ല ചോദിച്ചത്, മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എണ്ണമാണ് നമുക്ക് അറിയേണ്ടത്. അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പാർട്ട് എന്ത് ചെയ്യണം, മോളിക്യൂൾസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന എന്ത് ചെയ്യണം, ഈ STPനെ നമ്മൾ എന്ത് ചെയ്യണം, STPൻ്റെ വോളിയം നമുക്ക് SO2ൻ്റെ വോളിയം നമുക്കറിയാം 112 ലിറ്ററാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ വോളിയം വെച്ചിട്ട് അതിനെന്ത് ചെയ്യണം, മോള് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത്രയും മോൾസ് കിട്ടും. ആ മോളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് SO2ൻ്റെ മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. SO2 മോൾ എന്ന് പറഞ്ഞാൽ അതായത് തന്നിരിക്കുന്ന ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ നമ്മളെ മോളർ വോളിയം 22.4 ലിറ്റർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 5 മോൾ. നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ. കാരണം എന്താണ്, രണ്ടും STP കണ്ടീഷനാണ്. അപ്പോൾ എന്താ 5 മോൾസിനാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു, ഈ കിട്ടിയ മോളിനെ മോളർ മാസോട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് അറിയേണ്ടത് മോളിക്യൂൾസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 5 മോൾസിന് അവോഗാഡ്രോ നമ്പർ എന്നെ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6.022 × 1023 എന്നൊരു വാല്യൂ കിട്ടും. ഇങ്ങനെ തന്നെ എഴുതി കൊടുത്താലും മതി ആൻസറിന്. ഇനി അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, 3.011 × 1024 എന്നൊരു വാല്യൂയും കിട്ടും.